ചില മനുഷ്യന്മാരുണ്ട്, അവർക്ക് മറ്റുള്ളവരുടെ സ്നേഹം അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ലൈക്ക് അവർക്കൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും, അവർ ജെന്യൂനായിട്ട് സ്നേഹിക്കുന്ന, കെയർ ചെയ്യുന്ന, അവരുടെ ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് അവർക്കുണ്ടായിരിക്കും. ബട്ട് സ്റ്റിൽ ഉള്ളിൻ്റെ ഉള്ളിൽ അവരുടെ ചോദ്യം, എന്ത് തേങ്ങയാണ് അവരെന്നെ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് പ്രത്യേകതയാണ് അവരെന്നിൽ കണ്ടത്, അല്ലെങ്കിൽ എത്ര കാലം സൗഹൃദം ലാസ്റ്റ് ചെയ്യും, ഇങ്ങനെയൊക്കെ ആയിരിക്കും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചോദ്യം ഉണ്ടായിരിക്കും. അത് മാത്രമല്ല, ചില സമയത്ത് അവർ ചിന്തിക്കും, എനിക്ക് ഇത്രയും ക്വാളിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും കാലം എന്നെ ആരും സ്നേഹിച്ചില്ല. സത്യം പറഞ്ഞാൽ അവരിങ്ങനെ ആവാനുള്ള പ്രധാന കാരണം എന്താ അറിയോ? ചൈൽഡ്ഹുഡിൽ വാലിഡേഷൻ കിട്ടാതെ പോയതുകൊണ്ടായിരിക്കും. നമ്മൾ വിചാരിക്കും ചൈൽഡ്ഹുഡിൽ വാലിഡേഷൻ കിട്ടാതെ പോയ ആൾക്കാർ മേ ബി സാഡ് ആവും, മേ ബി ലോൺലി ആവും. പക്ഷെ അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ വലുതാണ്. അവർ വളർന്ന് ഇൻഡിപെൻഡൻ്റ് ആയേക്കാം, കരിയറിൽ സക്സസ്ഫുൾ ആയേക്കാം, അല്ലെങ്കിൽ അവർ സോഷ്യലൈസ് ചെയ്യാനൊക്കെ അവർക്ക് കഴിഞ്ഞേക്കാം. ബട്ട് സംവെയർ ഡീപ്പ് ഇൻസൈഡ് അവർ ചിന്തിക്കുന്നത് എന്താ അറിയോ? ഞാൻ ആർക്കും അത്ര വേണ്ടപ്പെട്ട വ്യക്തിയല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന സ്നേഹം കിട്ടാതെ നിങ്ങൾ വളർന്ന് വലുതാവുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സിനെ ആരും അപ്രിഷ്യേറ്റ് ചെയ്യുന്നില്ല, നിങ്ങളുടെ കഴിവുകൾ ആരും അഭിനന്ദിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ വിഷമിച്ചൊരു ഭാഗത്തിരിക്കുമ്പോൾ നിങ്ങൾ ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ പോലും ആരും വരുന്നില്ല. സോ സ്വാഭാവികമായിട്ടും അങ്ങനെ വളർന്ന് വലുതാകുമ്പോൾ നിങ്ങൾക്ക് തോന്നും മറ്റുള്ളവരുടെ അഫെക്ഷനും അറ്റൻഷനും പിടിച്ചു പറ്റാൻ എന്തെങ്കിലും ചെയ്യണം. സോ കോൺസ്റ്റൻറ്റ് നിങ്ങളുടെ ഉള്ളിൽ വളർന്ന് വലുതാവുന്ന വിശ്വാസം എന്താവുക അറിയോ? ഐ ഹാവ് ടു ഡൂ സംതിങ് ടു ഡിസേർവ് ലവ്. മറ്റുള്ളവരുടെ സ്നേഹം പിടിച്ചു പറ്റാൻ ഞാൻ എന്തെങ്കിലും ചെയ്യണം, ഞാൻ സക്സസ്ഫുൾ ആവണം, അല്ലെങ്കിൽ എന്തെങ്കിലും കാണിക്കണം. ഇങ്ങനെയുള്ള ചിന്തകളാണ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ വളർത്തിക്കൊണ്ടുവരിക. സോ ഇവഞ്ച്വലി ഇങ്ങനെയുള്ള ആളുകൾ ചിന്തിക്കും, ഞാനായിട്ട് ഇരുന്നുകൊണ്ട് എന്നെ ആരും സ്നേഹിക്കാൻ പോകുന്നില്ല എന്ന്. മേ ബി ആ സമയത്തായിരിക്കും നിങ്ങളെ ജെന്യൂനായിട്ട് സ്നേഹിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. അവർ നിങ്ങളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കും, നിങ്ങളൊന്നും എക്സ്പെക്റ്റ് ചെയ്യില്ല, നിങ്ങളെ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ അവർ ആഗ്രഹിക്കും. നിങ്ങളോട് ചായ കുടിക്കാനും സിനിമയ്ക്ക് വരാനൊക്കെ അവർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കും. നിങ്ങളുടെ കൂടെ നടക്കുമ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. പക്ഷേ ആ സമയത്തും നിങ്ങൾ കംഫർട്ടബിൾ ആവുന്നതിന് പകരം നിങ്ങൾ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആവും. കാരണം എന്തിനാണ് ഇവരെന്നെ ഇത്രയും കെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഇവരെന്നെ ഇത്രയും സ്നേഹിക്കുന്നത്? എന്തെങ്കിലും ഒരു പോയിന്റിൽ ഞാനൊരു മോശം വ്യക്തിയാണ്, അല്ലെങ്കിൽ ഞാനൊരു ബോറിംഗ് പേഴ്സൺ ആണ് ഇവർ തിരിച്ചറിയുമ്പോൾ ഇവരെന്നെ ഒഴിവാക്കില്ലേ എന്നായിരിക്കും ആ സമയത്ത് ചിന്തിക്കുക. സത്യം പറഞ്ഞാൽ നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നത് നിങ്ങളുടെ മൈൻഡ് എന്ത് പ്രോസസ്സ് ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ്. നിങ്ങൾ മേ ബി ചിന്തിക്കും, ഇവരെന്നെ നൈസായി ട്രീറ്റ് ചെയ്യുന്നത് ഇവർ നൈസായത് കൊണ്ടാണ്, അല്ലാതെ എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല. പക്ഷേ ആ ഒരു പോയിന്റിലാണ് വളരെ പെയിൻഫുള്ളായൊരു കാര്യം സംഭവിക്കാൻ പോകുന്നത്. എന്താ അറിയോ? നിങ്ങൾ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങൾ അകറ്റി നിർത്താൻ ശ്രമിക്കും. അതൊരിക്കലും നിങ്ങൾക്ക് അവരുടെ സ്നേഹം ഇല്ലാത്തതുകൊണ്ടല്ല. പക്ഷേ ലൈഫിൽ ഏതെങ്കിലും പോയിന്റിൽ അവരെ ഇഗ്നോർ ചെയ്യും, അവർ നിങ്ങളെ സ്നേഹിക്കുന്നത് അവസാനിപ്പിക്കും എന്നുള്ളൊരു ഭയമാണ് നിങ്ങളെ അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള ആളുകൾ അവർ ചിന്തിക്കുന്നത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു പരീക്ഷ നടത്തും. ഫോർ എക്സാമ്പിൾ, ഞാൻ കുറച്ച് കാലം എൻ്റെ ഫ്രണ്ട്സിനെ കോൺടാക്ട് ചെയ്തില്ലെങ്കിൽ ആരൊക്കെ എന്നെ തിരിച്ചിങ്ങോട്ട് കോൺടാക്ട് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഡിസപ്പിയർ ചെയ്താൽ ആരൊക്കെ എന്നെക്കുറിച്ച് അന്വേഷിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് അവർ താൽക്കാലികമായിട്ട് അവരുടെ ഫ്രണ്ട്സിനെ കോൺടാക്ട് ചെയ്യുന്ന അവസാനിപ്പിക്കും. മെസ്സേജ് ചെയ്യുന്നതാണെങ്കിലും കോൾ ചെയ്യുന്നതാണെങ്കിലും അവസാനിപ്പിക്കും. സോ ഇതിനിടയ്ക്ക് ഇവരുടെ ഫ്രണ്ട്സ് ഇവരെ കോൺടാക്ട് ചെയ്തില്ലെങ്കിൽ ഇവർ ചിന്തിക്കും, ശരിയാണ്, എൻ്റെ ഉള്ളിൽ ഡീപ്പസ്റ്റ് ഫിയർ, അത് ഫാക്റ്റാണ്, എന്നെ ആരും ജെന്യൂനായിട്ട് സ്നേഹിക്കുന്നില്ല, എന്നെ ആരും കെയർ ചെയ്തിട്ടില്ല. ഈ ചിന്താഗതി ശരിയാണെന്ന് അവരെന്നെ അങ്ങോട്ട് വിശ്വസിക്കും. മനസ്സിലായോ? ആക്ച്വലി ആളുകൾ സ്നേഹിക്കാത്തല്ല അവരുടെ പ്രശ്നം. ആളുകളെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് അറിയില്ല. ലൈക്ക് നിങ്ങൾ ആലോചിച്ചു, കുറേ കാലം സ്നേഹം കിട്ടാതെ വളർന്നൊരു വ്യക്തിക്ക് സ്വാഭാവികമായിട്ടൊരു പോയിന്റിൽ കുറേ പേര് വന്ന് ജെന്യൂനായിട്ട് സ്നേഹിക്കുമ്പോൾ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവരുടെ ബ്രെയിൻ ആക്ച്വലി പഠിച്ച് വെച്ചിരിക്കുന്നത് ഡിസപ്പോയിൻമെൻറ്റിൽ നിന്നും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്. സോ അവരെ തന്നെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത് ആരുമായിട്ട് ഇമോഷണലി അറ്റാച്ച്ഡ് ആവരുത്, പെട്ടെന്ന് കംഫർട്ടബിൾ ആവരുത്. കാരണം അവർക്ക് ആക്ച്വലി ആരോടും ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടല്ല. അവരുടെ കാഴ്ചപ്പാടിൽ സ്നേഹം എന്ന് പറഞ്ഞ സാധനം പെർമനൻ്റ് അല്ല, അത് സ്ഥിരമായിട്ട് നിൽക്കില്ല. അതാണ് അവർ പഠിച്ചു വെച്ചിരിക്കുന്നത്. അവരുടെ കാഴ്ചപ്പാടിൽ നമ്മൾ ആളുകളിൽ നിന്നും ഒന്നും എക്സ്പെക്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഹാപ്പി ആയിരിക്കും. അല്ല, അവരിൽ നിന്ന് ജെന്യൂനായ കെയറും സ്നേഹവും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ട് അവസാനം കിട്ടാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര വിഷമമായിരിക്കും. പക്ഷെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ? നിങ്ങളെ ജെന്യൂനായിട്ട് ആളുകൾ സ്നേഹിക്കുന്നത് നിങ്ങൾ പെർഫെക്റ്റ് ആയതുകൊണ്ടോ നിങ്ങൾ എക്സ്ട്രാ ഓർഡിനറി ആയതുകൊണ്ടൊന്നല്ല, നിങ്ങൾ ലൈഫിൽ എന്തോ വലിയ കാര്യം അച്ചീവ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ റിച്ച് ആയതുകൊണ്ടൊന്നല്ല. നിങ്ങളായിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ജെന്യൂനായിട്ട് പല ആളുകളും സ്നേഹിക്കുന്നത്. നിങ്ങൾ തിരിച്ചറിയാത്ത പല ക്വാളിറ്റീസും അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടായിരിക്കും. മനസ്സിലായോ? നിങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അവരെ ഇമ്പ്രസ് ചെയ്യുന്ന നിങ്ങളുടെ ക്വാളിറ്റി മേ ബി നിങ്ങളുടെ കൈൻഡ്നെസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലോയൽറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സെൻസ് ഓഫ് ഹ്യൂമർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ കെയർ ചെയ്യുന്ന രീതി ആയിരിക്കാം. നിങ്ങളുടെ ഈ ക്വാളിറ്റീസ് ഒന്നും നിങ്ങളുടെ ചൈൽഡ്ഹുഡിൽ ആരും തിരിച്ചറിയാതെ പോയതായിരിക്കാം, അല്ലെങ്കിൽ ആരും അപ്രിഷ്യേറ്റ് ചെയ്യാതെ പോയതായിരിക്കാം. സോ മറ്റുള്ളവരുടെ സ്നേഹം അക്സെപ്റ്റ് ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ മതി, എന്തുകൊണ്ടാണ് ഇവരെന്നെ സ്നേഹിക്കുന്നത് എന്ന് ചോദിക്കുന്നതിന് പകരം നിങ്ങൾ നിങ്ങളോട് ചോദിക്കേണ്ട കാര്യം, എന്തുകൊണ്ടാണ് മറ്റുള്ളവരെന്നെ സ്നേഹിക്കുമ്പോൾ എനിക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട്?
സോ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവനാണ് എന്നുള്ള തെറ്റിദ്ധാരണ നിങ്ങൾ ഇത്രയും കാലം കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നു. അതാണ് മെയിൻ പ്രശ്നം. സോ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളെ ജെന്യുവനായി സ്നേഹിക്കുന്ന, നിങ്ങളെ കെയർ ചെയ്യുന്ന കുറച്ച് ആളുകൾ വരുമ്പോൾ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യണം. അവർക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാനവർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. നിങ്ങളോട് ടൈം സ്പെൻഡ് ചെയ്യാൻ, നിങ്ങളോട് ചായ കുടിക്കാനും സിനിമയ്ക്ക് വരാനും, അങ്ങനെ നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കരമായ ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. സോ ഇവരെന്നെ എപ്പോഴെങ്കിലും ലൈഫിൽ ഒഴിവാക്കി പോകുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും പോയിന്റിൽ ഇവരെന്നെ വെറുക്കുമോ എന്നുള്ള അനാവശ്യമായ ചിന്തകളും നിങ്ങളുടെ മനസ്സിൽ വേണ്ട. നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. അപ്പോൾ അങ്ങനെ അനാവശ്യമായ ഭയം നിങ്ങളുടെ മനസ്സിൽ വരുമ്പോൾ അവരുടെ കൂടെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന നല്ല നിമിഷങ്ങൾ പോലും നിങ്ങൾ നശിപ്പിക്കുകയാണ് ചെയ്യണത്. മനസ്സിലായോ? സോ എന്നെ ആളുകൾ സ്നേഹിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി നിങ്ങൾ അവരെ പരീക്ഷിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഡിസപ്പിയർ ആയിക്കഴിഞ്ഞാൽ ആരൊക്കെ നിങ്ങൾ അന്വേഷിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കാലം ആരെയും വിളിച്ചില്ലെങ്കിൽ ആരൊക്കെ നിങ്ങൾ തിരിച്ചു വിളിക്കും. ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊന്നും നിങ്ങൾ നടത്തേണ്ട ആവശ്യമില്ല. ലൈക്ക് അവർ നിങ്ങളെ ജെന്യുവനായിട്ട് കെയർ ചെയ്യുന്നു, അവർ നിങ്ങളെ ജെന്യുവനായിട്ട് സ്നേഹിക്കുന്നു, നിങ്ങളത് അക്സെപ്റ്റ് ചെയ്താൽ മാത്രം മതി. സോ ഇന്ന് നിങ്ങൾ കാണുന്ന ഫ്രണ്ട്സ്, നിങ്ങളെ ജെന്യുവനായിട്ട് സ്നേഹിക്കുന്ന ഫ്രണ്ട്സ്, അവരാരും നിങ്ങളെ പാസ്റ്റിൽ നിങ്ങളെ ഹേർട്ട് ചെയ്ത ആളുകളല്ല. സോ അതുകൊണ്ട് അവരെ അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മടിക്കേണ്ട ആവശ്യമില്ല. സോ അവർ നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങളായിട്ട് അനുവദിക്കുക. ഒരിക്കലും ആ സ്നേഹത്തിൽ നിങ്ങൾ പിന്തിരിഞ്ഞ് ഓടാൻ ശ്രമിക്കരുത്. മനസ്സിലായോ? നിങ്ങൾ ഒന്നിനും കൊള്ളാത്ത വ്യക്തിയല്ല, നിങ്ങളൊരു മോശം വ്യക്തിയല്ല, നിങ്ങൾ നല്ല വ്യക്തി ആയതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ എല്ലാവരും സ്നേഹിക്കുന്നത്. സോ ഒരിക്കലും ആ സ്നേഹം കണ്ടില്ലെന്ന് നടിക്കരുത്. നമുക്ക് എല്ലാ കാലം എല്ലാ ഫ്രണ്ട്ഷിപ്പും നമ്മുടെ കൂടെ ഉണ്ടാവണം നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ല. സോ ഉള്ള മൊമെൻറ്റ്സ് മാക്സിമം ആസ്വദിക്കാൻ ശ്രമിക്കുക. ആ സ്നേഹം ആ ഫ്രണ്ട്ഷിപ്പും എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക.